ഗണപതയേ നമഃ. ഓം ത്രിപുരസുന്ദര്यै നമഃ. ഓം നമഃ ശിവായ. നമസ്കാരം. വൃശ്ചിക മാസത്തിൽ പൗർണമി നാളിൽ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ദീപങ്ങളുടെ ഉത്സവമാണ് തൃക്കാർത്തിക. വളരെയേറെ ഐശ്വര്യപ്രദമായ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന ദിനം. മണ്ഡലക്കാലമായതുകൊണ്ടും ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞുള്ള ദിവസമായതുകൊണ്ടും വ്രതശുദ്ധിയോടും നല്ല മനസ്സോടും കൂടി നമ്മളെല്ലാവരും ഇരിക്കുന്ന സമയം. അങ്ങനെ ഒരു പവിത്രമായ ദിനത്തിലാണ് തൃക്കാർത്തിക വരുന്നത്. തൃക്കാർത്തിക നാളിന് വളരെ പ്രാധാന്യമുണ്ട്. ഭഗവതിയുടെ ജന്മനക്ഷത്രമായും മഹാലക്ഷ്മി പാൽക്കടലിൽ അവതാരമെടുത്തതായും മുരുകനെ പരിപാലിക്കാൻ കൃതികാദേവിമാരായി അവതാരമെടുത്തതും തൃക്കാർത്തിക നാളിലാണെന്ന് വിശ്വാസം. തൃക്കാർത്തിക ദിനത്തിൽ ദീപങ്ങൾ തെളിയിച്ച് മഹാലക്ഷ്മിയെ നമ്മൾ ഗൃഹത്തിലേക്ക് വരവേൽക്കുന്നു. ദീപങ്ങളെയും ദീപനാളങ്ങളെയും ഭ്രമര രഹസ്യത്തിൽ അഗസ്ത്യമുനി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: വിളക്കിലെ ദീപനാളങ്ങളിൽ നിന്നും പുറപ്പെടുന്ന കമ്പനം ത്രിമാന വാസ്തു സംരക്ഷകനായി പ്രവർത്തിക്കുകയും അത്യധികം ശക്തി പകർന്ന് സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. തൃക്കാർത്തികയ്ക്ക് ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ച് ചിരാതുകളിൽ ദീപം തെളിയിച്ചു വയ്ക്കുന്നതും പൂജാമുറിയിൽ ദേവിയുടെ മുന്നിൽ നിലവിളക്കിലും ലക്ഷ്മി വിളക്കിലും നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ലളിതാ സഹസ്രനാമം, കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി സ്തവം, മഹാലക്ഷ്മി അഷ്ടകം, ലളിതാ ത്രിശതി എന്നിവ ചൊല്ലുന്നതും വളരെയധികം ഐശ്വര്യപ്രദമാണ്. തൃക്കാർത്തിക നാളിൽ വ്രതമെടുത്ത് ദീപങ്ങൾ തെളിയിക്കുമ്പോൾ നമ്മുടെ ഗൃഹവും പരിസരവും ദീപങ്ങളാൽ തെളിഞ്ഞ് പ്രഭാപൂരിതമാകുന്നതുപോലെ നമ്മുടെ മനസ്സും തെളിഞ്ഞ് പ്രഭയുള്ളതായി തീരുന്നു. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നു. തൃക്കാർത്തിക എന്തുകൊണ്ടും ശോഭയുള്ള തിളക്കമുള്ള ദിവസമാകുന്നു. പൗർണമിയുടെ ഒപ്പം ദീപാലങ്കാരങ്ങളും എന്തൊരു ഐശ്വര്യമാണ്! ഭരണി, തൃക്കാർത്തിക, രോഹിണി ഈ 3 ദിനങ്ങളിലും വ്രതത്തോടുകൂടിയും നാമജപത്തോടുകൂടിയും ദേവിക്ക് നെല്ലിക്ക നേദിക്കുകയും നെല്ലിക്ക ദീപം തെളിയിക്കുന്നതും എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളും നീങ്ങി സമ്പദ് സമൃദ്ധി ഉണ്ടാകാൻ ഏറ്റവും വിശേഷപ്പെട്ടതാകുന്നു. നെല്ലിക്ക ദീപം എങ്ങനെയാണ് തെളിയിക്കേണ്ടതെന്നും അതിൻ്റെ സവിശേഷതകളും അടങ്ങിയ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാർത്തിക എന്ന് പറയുന്നത് അഗ്നി നക്ഷത്രമാണ്. 3 ദിവസം വിളക്കുകൾ തെളിയിച്ച് വ്രതമെടുക്കുന്നതുകൊണ്ടും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതുകൊണ്ടും തൃക്കാർത്തിക എന്ന വിശേഷണത്തോടെ പറയുന്നു. ആഗ്രഹ സഫലീകരണത്തിനുള്ള വ്രതമാണ് തൃക്കാർത്തിക വ്രതം. പൗർണമിയിൽ വരുന്ന അഗ്നിനക്ഷത്ര ദിനമായതുകൊണ്ട് കൂടുതൽ ശക്തിയേറും. തൃക്കാർത്തിക വ്രതം ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി നാമജപത്തോടെ ചിട്ടയായി വ്രതമെടുത്ത് ഭഗവതിയെ പൂജിച്ചാൽ ഫലം ഉറപ്പാണ്. കുടുംബ സൗഖ്യത്തിന് തൃക്കാർത്തിക വ്രതം നോൽക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. തൃക്കാർത്തിക വ്രതം 3 ദിവസമായി നോൽക്കുമ്പോൾ പൂർണ്ണ ഉപവാസം പാടില്ല. വൃത്തിയുള്ളിടത്തെ മഹാലക്ഷ്മി വസിക്കൂ, അനുഗ്രഹം ചൊരിയൂ. അതുകൊണ്ട് വീടും പരിസരവും വൃത്തിയാക്കി തീർത്ഥം തെളിച്ച് ശുദ്ധമാക്കണം. തുളസിക്ക് ദീപം വെച്ച് തുളസി പ്രദക്ഷിണം ചെയ്ത് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് നാമജപം ചെയ്തിട്ട് ജലപാനം പോലും പാടുള്ളൂ. കാർത്തിക നാളിൽ അതിരാവിലെ കുളിച്ച് പൂജാമുറിയിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തി ഗണപതി സ്തുതിയും കുലദേവതാസ്തുതിയും ദേവീസ്തുതിയും ശിവസ്തുതിയും വിഷ്ണുസ്തുതിയും സുബ്രഹ്മണ്യസ്തുതി എന്നിവ ചൊല്ലേണ്ടതാണ്. കാർത്തിക നാളിൽ സന്ധ്യയ്ക്ക് പൂജാമുറിയിൽ നിലവിളക്ക് നെയ്യൊഴിച്ച് 5 തിരിയിട്ടും ലക്ഷ്മി വിളക്കും നെയ്യൊഴിച്ച് തെളിയിക്കേണ്ടതാണ്. ലക്ഷ്മി വിളക്കില്ലാത്തവർ ചിരാതിലായാലും നെയ്യൊഴിച്ച് ദീപം തെളിയിക്കേണ്ടതാണ്. ഗൃഹത്തിന് മുന്നിലും സൈഡിലും ചിരാതിൽ നല്ലെണ്ണ ഒഴിച്ച് ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കേണ്ടതാണ്. ഒറ്റയായിട്ടുള്ള കണക്കിൽ വേണം ദീപങ്ങൾ തെളിയിക്കാൻ. മഹാലക്ഷ്മി നമ്മുടെ ഗൃഹം സന്ദർശിക്കാൻ എത്തുന്നു എന്നാണ് വിശ്വാസം. തൃക്കാർത്തികയുടെ അന്ന് ദേവീ സാമീപ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണ്. അന്നേ ദിവസം ഉപ്പുദീപവും നെല്ലിക്ക ദീപവും മഹാലക്ഷ്മിക്കായി തെളിയിക്കണം. സകല ദുരിതവും മാറി അഷ്ടൈശ്വര്യങ്ങളുണ്ടാവാൻ ഇത് ശ്രേഷ്ഠമാണ്. മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് നെല്ലിക്ക. ഉപ്പുദീപം നെഗറ്റീവ് എനർജിയെ പുറത്തു കളയാനും നെല്ലിക്ക ദീപം അഷ്ടൈശ്വര്യങ്ങൾ ആകർഷിക്കാനും സഹായിക്കുന്നു. പാർവതീദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നാരങ്ങ വിളക്ക്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെറുനാരങ്ങ മാല ചാർത്തുന്നതും ഏറെ ഗുണകരമാണ്. തൃക്കാർത്തിക നാളിൽ ഭഗവതിക്ക് അഷ്ടമംഗല്യം വെച്ച് വെറ്റിലയിൽ നെല്ലിക്കയും ഫ്രൂട്ട്സും നേദിക്കണം. ശർക്കര പായസവും കൊഴുക്കട്ടയും ഉണ്ടാക്കി നേദിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും ലക്ഷ്മി ഭഗവതിയുടെയും ശ്രീ മുരുകൻ്റെയും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു.
പൗർണമിയും തൃക്കാർത്തികയും ഒന്നിച്ചു വരുന്ന സമയമാണ് തൃക്കാർത്തിക ദീപം തെളിയിക്കേണ്ടത്. ഈ വർഷം 2024 തൃക്കാർത്തിക വരുന്നത് ഡിസംബർ 13 കാർത്തിക നക്ഷത്രം ഡിസംബർ 13 രാവിലെ 7:50 ആരംഭിച്ച് ഡിസംബർ 14 അതിരാവിലെ 5:47 അവസാനിക്കുന്നു. ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ് ഭഗവതിയുടെ പിറന്നാളായി ആഘോഷിക്കുന്നത്. സാധാരണയായി ലക്ഷ്മി പൂജ നടത്തുന്ന വെള്ളിയാഴ്ച ദിനമായതുകൊണ്ട് ഏറെ വിശേഷമുള്ളതാവുന്നു ഇത്തവണത്തെ തൃക്കാർത്തിക നാൾ. തൃക്കാർത്തിക നാളിൽ തന്നെയാണ് നാരായണീയ ദിനം വരുന്നത്. ഗുരുവായൂരപ്പന് ഏറെ പ്രിയപ്പെട്ട ദിവസം. അതുപോലെ തന്നെ അന്നേ ദിവസം പ്രദോഷവും കൂടിയാണ്. ഭഗവാൻ ശിവന് ഏറ്റവും പ്രാധാന്യമേറിയ ദിവസം. മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും മഹാദേവനും ഏറെ പ്രിയപ്പെട്ട ഈ ദിവസം എല്ലാവരും യഥാവിധി ഭക്തിയോടെ ആചരിക്കുക. ലക്ഷ്മി ദേവി ഏറ്റവും അധികം ഐശ്വര്യഭാഗ്യങ്ങൾ അനുഗ്രഹിച്ചരുളുന്ന ദിനമാണ് തൃക്കാർത്തിക ദിനം. വ്രതപൂജാദികളും നാമജപങ്ങളും സർവാലങ്കാരങ്ങളും ദീപങ്ങളും ഒക്കെയായി ദേവിയെ സംപ്രീതയാക്കിയാൽ നമ്മുടെ മനസ്സിനെയും ഗൃഹത്തിനെയും ബാധിച്ചിരിക്കുന്ന സർവ്വദോഷ ദുരിതങ്ങളെയും തിന്മകളെയും ബാധകളെയും എല്ലാം ഇല്ലാതാക്കി സർവ്വ ഐശ്വര്യ സമൃദ്ധിയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുന്നവളാണ് ശ്രീ മഹാലക്ഷ്മി. ആദ്യമായി നെല്ലിക്ക മരത്തെ പൂജിച്ചത് ലക്ഷ്മി ദേവിയാണ്. ആ കഥ ഇങ്ങനെയാണ്. ലക്ഷ്മി ദേവി ഒരിക്കൽ ഭൂമിയിൽ വന്നപ്പോൾ ശിവഭഗവാനെയും വിഷ്ണു ഭഗവാനെയും ഒരുപോലെ പ്രീതിപ്പെടുത്താൻ എന്താണ് മാർഗമെന്നും ഏതു പൂജയാണ് ചെയ്യേണ്ടതെന്നും ആലോചിച്ചു. അപ്പോഴാണ് തുളസിച്ചെടി വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ടതാണെന്നും ശിവഭഗവാന് നന്ദിയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും ഓർത്തത്. നെല്ലിക്ക മരം തുളസിയുടെയും നന്ദിയുടെയും ഗുണങ്ങൾ ഒരുപോലെ ഉൾക്കൊള്ളുന്ന മരമാണ്. അങ്ങനെ ദേവി നെല്ലിമരത്തെ പൂജിച്ചു. അങ്ങനെ ശിവവിഷ്ണു ഭഗവാന്മാർ സന്തുഷ്ടരായി നെല്ലിമരത്തിന് ഇരുവശവും പ്രത്യക്ഷപ്പെട്ട് ലക്ഷ്മി ദേവി നേദിച്ച നെല്ലിക്ക നൈവേദ്യമായി സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അന്നേ ദിവസം അടുക്കളയിലും ചിരാതിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുകയും ഒരു വെറ്റിലയിൽ നെല്ലിക്ക നേദ്യമായി സമർപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ്. ലക്ഷ്മി ഭഗവതി ഗൃഹത്തിൽ വസിക്കാൻ ഇത് സഹായിക്കുന്നു. അത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. അതുപോലെ തന്നെ പൂജാമുറിയിലും 5 നെല്ലിക്ക ദീപവും ഉപ്പുദീപവും തെളിയിക്കേണ്ടതാണ്. ഈ നെല്ലിക്ക നമുക്ക് പൂജയ്ക്ക് ശേഷം കഴിക്കാവുന്നതാണ്. രോഹിണി നാളിലും ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ദീപങ്ങൾ തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. കനകധാരാ സ്തോത്രം ചൊല്ലുന്നത് വളരെയേറെ വിശേഷമാണ്. രോഹിണി നാളിൽ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ഭഗവതിയുടെയും അനുഗ്രഹത്തിനായി ഇങ്ങനെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തൃക്കാർത്തിക വ്രതമനുഷ്ഠിച്ച് ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.